ഹലോ, ഇന്ന് ഞങ്ങളുടെ ഒരു ഫാമിലി മീറ്റപ്പാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഏകദേശം ഒരു 9:30 ആയപ്പോൾ നമ്മുടെ കസിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നിലവിളക്കൊക്കെ കത്തിച്ച് നമ്മുടെ കുടുംബസംഗമം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്. പ്രായത്തിലെ മുതിർന്ന ആൾക്കാരൊക്കെയാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ അച്ഛൻ്റെ ഫാമിലിയാണ്, അതായത് എൻ്റെ അച്ചച്ചൻ്റെ ഫാമിലി. അപ്പോൾ ഇവരുടെ എല്ലാവരെയും കൂടെ ഉള്ളൊരു മീറ്റപ്പാണ് ഇന്ന്. കുറേ കാലമായി എല്ലാവരും പറയുന്നത് എല്ലാവർക്കും ഇങ്ങനെ ഒരു പരിപാടി വെക്കണം വെക്കണം എന്നൊക്കെ. അങ്ങനെ എല്ലാവരുടെയും തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളൊരു ഡേറ്റ് കണ്ടക്ട് ചെയ്ത് ഇന്നത്തേക്ക് ഇതാ പരിപാടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പ്രോഗ്രാമൊക്കെ തുടങ്ങുകയാണ്. രാവിലെ തന്നെ എല്ലാവരും റെഡിയായി അവിടെ എത്തിയിട്ടുണ്ട്. ഫുഡൊക്കെ നമ്മൾ കാറ്ററിംഗ് ഏൽപ്പിച്ചാണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ബാക്കി അല്ലാത്ത കലാപരിപാടികൾ സംഭവങ്ങളൊക്കെ ആയിട്ട് മക്കളെ ഡാൻസും പാട്ടും എല്ലാം കൂടെ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുതിർന്ന ആൾക്കാരൊക്കെ ഈ സ്റ്റേജല്ല, മുതിർന്ന ആൾക്കാരൊക്കെ അവിടേക്ക് വിളിച്ചിട്ട് പറയാണ്. അതെന്താ വെച്ചാൽ നമ്മുടെ ഫാമിലി ആണെങ്കിലും നമ്മുടെ തൊട്ട റിലേറ്റീവ്സിനെ മാത്രമേ നമുക്ക് എല്ലാവർക്കും അറിയണ്ടാവുള്ളൂ. ഇപ്പോൾ കുറച്ചുകൂടെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നും നമുക്ക് അറിയണ്ടാവില്ല. അതായത് മക്കളെ, അവരുടെ പേരക്കുട്ടികളെ, കല്യാണം കഴിച്ചു പോയ ആൾക്കാരെയൊന്നും ഇപ്പോൾ അറിയണ്ടാവില്ല. അപ്പോൾ അവരെല്ലാം കൂടെ ഒന്ന് കണ്ട് അങ്ങനെ ഒരു മീറ്റപ്പാണ് ഇന്നത്തെ പരിപാടിയിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ ആദ്യം തന്നെ ഇതാ പ്രായത്തിൽ മൂത്ത ആൾക്കാർ, നമ്മുടെ ഫാമിലിയിലെ മൂത്ത ആൾക്കാരൊക്കെ പൊന്നാട അണിയിക്കുകയാണ് കേട്ടോ. ഇത് എൻ്റെ അച്ഛമ്മയാണേ. അച്ഛമ്മേനത് പൊന്നാടയൊക്കെ അണിയിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാക്കി ഉള്ള നമ്മുടെ ആൻറ്റീനെയും എല്ലാവരും ഇതേപോലെ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര സങ്കടം, അതായത് അവിടെ എത്തിയിട്ട് ആർക്കും സംസാരിക്കാൻ പറ്റുന്നില്ല. പഴയ ഓർമ്മകളും പണ്ടത്തെ ആ ഒരു തറവാട്ടിൽ ജീവിച്ച ആ ഒരു ഓർമ്മകളെല്ലാം ആയിട്ട് എല്ലാവരും അവരുടെ പഴയകാല അനുഭവങ്ങളൊക്കെ പറയാണ്. ഇതൊന്നും കുട്ടികളായ ഞങ്ങൾക്കും അറിയില്ല, കാരണം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴാണല്ലോ നമ്മളിതൊക്കെ അറിയുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കലാപരിപാടികൾ. ഫസ്റ്റ് തന്നെ കസേരക്കളിയാണ്. എന്നെ കുറേ കസേരക്കളിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പോയില്ല. ഞാൻ പോയി ഫസ്റ്റ് തന്നെ ഔട്ടായി പോയാലോ എന്ന് പേടിച്ചിട്ട്. അപ്പോൾ ദാ കസേരക്കളി. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയ മക്കളെ ഡാൻസ് അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. അപ്പോൾ ഏട്ടൻ രാവിലെ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു 11:30 ആയിട്ടാണ് കേട്ടോ ഏട്ടൻ വന്നത്. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറേയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറേയൊക്കെ ഗ്രൂപ്പിൽ വന്നതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ മൊത്തം എഡിറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ അതാ ചെറിയ മക്കളേത് ഞാൻ അല്ലുവിന് കസേരക്കളി എന്താണെന്ന് പോലും അറിയില്ല. കാരണം അവന് ഇതുവരെ പ്ലേ സ്കൂളൊന്നും പോയി തുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ, അംഗനവാടിയിലൊന്നും. അപ്പം എന്നാലും ഞാൻ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് അവരെ കൂടെ ഞാൻ പറഞ്ഞയച്ചതാണ്, കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അവനാണെങ്കിൽ ഇതാ ഒരു ചെയറിൽ പോയി ഇരിക്കുകയാണ്. ബാക്കി എല്ലാ കുട്ടികളും ചേർന്ന് ചുറ്റുവിടുന്നുണ്ട്. ഇവന് എന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. ഇതാ അതേപോലെ ഇരിക്കുകയാണ്. ഇതാ കണ്ടില്ല, എനിക്ക് എൻ്റെ ചിരി വരുന്നുണ്ട്. ഞാൻ അല്ലുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അല്ലു ഇറങ്ങി ഓട്, അവരൊക്കെ ഓടുന്ന പോലെ ഓടിക്കുകയാണ്. ഇവിടെ അവൻ പോകുന്ന ഇല്ല, അവനതാ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ട് അത് അവൻ്റെ വേറൊരു അല്ലുവാണ് കേട്ടോ. ഈ സ്റ്റില്ല് കണ്ടില്ല, ഇത് ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ആരോ വന്ന് എടുത്തതാണ്. അത് കഴിഞ്ഞാലതാ കുറച്ച് പാട്ട്. നമ്മുടെ ഫാമിലിയിൽ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഫാമിലിയിൽ എല്ലാവരും പാട്ട് പാടും. എല്ലാവരും ഒരു പാട്ട് പാടുന്ന അങ്ങനത്തെ ഒരു കഴിവുണ്ട് കേട്ടോ. ആരും പാട്ട് പഠിച്ചിട്ടൊന്നും പാടുന്നതല്ല, പക്ഷെ എല്ലാവരും നല്ലോണം പാട്ടൊക്കെ പാടും. എൻ്റെ അച്ഛനും പാടിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ പാടുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത് അച്ഛൻ്റെ വല്യമ്മേൻ്റെ മോനാണ്. എല്ലാവരും പാട്ടൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ? ഞാൻ മോൾ ഉറങ്ങിയ സമയത്താണ് ഇത് ഓഡിയോ കൊടുക്കാൻ നിൽക്കുന്നത്. പക്ഷേ ഞാൻ ഫാൻ ഓഫാക്കിയപ്പോൾ അതാ ആൾ എണീറ്റിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. എല്ലാവരും ഇതാ പാട്ടൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് കേട്ടോ. അതിൽ ഞാൻ മാത്രമല്ല, കാരണം ദച്ചുമോൾ അവിടെ കുറേ സമയം ഇരുന്നിട്ട് വാശി പിടിച്ച്, കാരണം ബാക്കിലത് ഉണ്ണിക്കുട്ടൻ അവിടെ ഇരുന്ന് ഫോൺ കളിക്കുന്നുണ്ടല്ലേ. അങ്ങനെ ഞാൻ ദച്ചുമോളെ ഉറക്കാൻ വേണ്ടിയിട്ട് അവിടെ എനിക്ക് വലിയമ്മ തൊട്ടിലൊക്കെ കെട്ടിത്തന്ന്. അവിടെ ചെറിയ മോളൊരു തൊട്ടിലുണ്ട്, പക്ഷെ തുണിയൊന്നുമില്ല ഇനി. അതൊക്കെ കെട്ടിത്തന്ന് ഉണ്ണിക്കുട്ടൻ ദാ അവിടെ ഹായ് പറയുന്നുണ്ട് വീഡിയോ എടുക്കുമ്പോൾ. ഇപ്പം വന്നിട്ടല്ലോ, ഇപ്പം വന്ന് അവിടെ ഇരിക്കുന്ന ഇരുത്താണ്. അങ്ങനെ പാട്ടും പരിപാടികളും ഒക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ ഫുഡടിയിലേക്ക്. ഇത് 10 മണീൻ്റെതാണ് കേട്ടോ. 10 മണി ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. പുഴുക്ക് നല്ല അടിപൊളി പുഴുക്കായിരുന്നു. ഇന്ന് മെയ് 6 ഹോട്ടലൊക്കെ സമരമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ തന്നെ പുഴുക്കൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ അതും കൂടെ ഫുഡ് ഏൽപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും കൂടെ ചേർന്ന് നല്ല അടിപൊളി പുഴുക്കൊക്കെ ഉണ്ടാക്കിയതാ വല്യച്ഛനും എല്ലാവരും ഫുഡൊക്കെ കഴിച്ച്. ഇത് ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രോഗ്രാമാണ് കേട്ടോ. ഉച്ചയ്ക്ക് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതായിരുന്നു. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് വൈകുന്നേരം അതാ പിള്ളേരുടെ ഡാൻസ്. പിള്ളേരൊക്കെ ഡാൻസ് കളിക്കുമ്പോൾ എനിക്ക് ഡാൻസ് കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കൂടെ കളിക്കാൻ ആരുമില്ല. ഒരു കസിന് വരാമെന്ന് പറഞ്ഞിട്ട്
അവൾക്കാണെങ്കിൽ പിന്നെ വയ്യാതായിട്ട് അവൾ വന്നതുമില്ല. അയ്യോ ഇതാ ഇവിടെ ഒരാൾ കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ഓടി എന്നെ ഫുള്ള് കൊടുത്ത് തീർക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. ഇവിടുന്ന് നോക്കുന്നുണ്ട് അമ്മേന്ന് വിളിച്ചിട്ട്. അവൾക്കാണെങ്കിൽ ഈ പ്രോഗ്രാം എല്ലാം കണ്ടിട്ടേ, അതായത് നമ്മുടെ ദച്ചുമോക്ക് നമ്മുടെ പ്രോഗ്രാം എല്ലാം കണ്ടിട്ട് ലാസ്റ്റിലേക്ക് എന്താ ഫുള്ള് ഷാട്ടിയും കരച്ചിലും ഒക്കെ ആയിരുന്നു കേട്ടോ. ഈ ഡാൻസ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ല? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മളെ തനുമോളും ഇതും ഒരു അല്ലുട്ടനാണ്, നമ്മളെ അല്ലുക്കുട്ടൻ്റെ ഫ്രണ്ടാണ് ഈ ഒരു അല്ലുട്ടൻ. അങ്ങനെ ഇവരുടെ ഡാൻസും ഉണ്ടായിരുന്നു. പിന്നെ വലിയവരുടെ ഡാൻസ് ഒന്നുമില്ല. അത് കഴിഞ്ഞ് ഈ പ്രോഗ്രാം രാത്രി വരെ ഉണ്ടായിരുന്നു. ഞാനൊരു ഏകദേശം ഒരു 6 മണി 6:30 ആയപ്പോൾ അവിടെ നിന്ന് പോന്നു, മോളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.